ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. നമ്മളിന്നൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. PSC മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ് വാതക നിയമങ്ങൾ. അല്ലെങ്കിൽ ഒരു കാര്യം തന്നിട്ട് അത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് PSC മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ PSC ചോദിച്ചിട്ടുള്ള PYQs നമ്മളിന്ന് വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒന്നാമത്തെയാണ്, ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇത് ഏത് നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? PSC ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇതിന് കാരണമായിട്ടുള്ള നിയമം ഏതാണ്? ബോയിൽസ് നിയമം. വായു നിറച്ച ഒരു ബലൂണ് ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കൂടുന്നു. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഇതും ഏതാണ്? ബോയിൽസ് നിയമമാണ്. ഒന്നുകൂടെ പറയാം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ഇത് ഏത് നിയമമാണ്? ബോയിൽസ് നിയമം. വായു നിറച്ച ഒരു ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ഇതും ബോയിൽസ് നിയമമാണ്. ഇനി വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നത് ചാൾസ് നിയമമാണ്. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നത് ചാൾസ് നിയമമാണ്. ബലൂൺ ഊതി വീർപ്പിക്കുന്നു. ബലൂൺ ഊതി വീർപ്പിക്കുന്നത് അവോഗാഡ്രോ നിയമമാണ്. ബലൂൺ ഊതി വീർപ്പിക്കുന്നത് അവോഗാഡ്രോ നിയമമാണ്. ഒന്നുകൂടെ പറയാം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നു. ബോയിൽസ് നിയമം. വായു നിറച്ച ഒരു ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നു. ബോയിൽസ് നിയമം. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടുന്നു. ചാൾസ് നിയമം. ബലൂൺ ഊതി വീർപ്പിക്കുന്നു. അവോഗാഡ്രോ നിയമം. ഇനി തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം. PSC ചോദിച്ചിട്ടുള്ളതാണ്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം എന്താണ്? വികിരണമാണ്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണം. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമായിരിക്കുന്നത് ഏത് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് എന്ന് പ്രതിപാദിക്കുന്ന ഏത് നിയമത്തിലാണ്? ആർക്കിമിഡീസ്. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അതാ ഇവിടെ കൂട്ടിച്ചേർത്തത്. ഓക്കെ, ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം. PSC ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വമാണ് പാസ്കൽ നിയമം. ഏതാണ്? പാസ്കൽ നിയമം. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമമാണ് ഹൂക്സ് നിയമം അല്ലെങ്കിൽ ഹൂക്സ് ലോ. ഏതിന്റെയാണ്? സ്പ്രിംഗ് ത്രാസ്. ഹൂക്സ് നിയമം. നമുക്കൊന്നുകൂടെ നോക്കാം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായുക്കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുംതോറും കൂടി വരുന്നതിന് കാരണമാണ് ബോയിൽസ് നിയമം. വായു നിറച്ച ഒരു ബലൂൺ ജലത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിന്റെ വലിപ്പം കുറയുന്നത് ബോയിൽസ് നിയമമാണ്. വായു നിറച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നത് ചാൾസ് നിയമമാണ്. ബലൂൺ ഊതി വീർപ്പിക്കുന്നത് അവോഗാഡ്രോ നിയമം. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണമാണ്. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമായിരിക്കുന്നത് ആർക്കിമിഡീസ് തത്വമാണ്. ഒരു മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്ര തത്വമാണ് പാസ്കൽ നിയമം. സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് ലോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ലോസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലോസിനേക്കാൾ ഉപരിയായിട്ട് PSC ചോദിക്കാറുള്ള ഇങ്ങനെ ആപ്ലിക്കൻ്റബിൾ ലെവലിൽ നിന്നുകൊണ്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിച്ചുകൊള്ളുക. ഒരു മാർക്ക് ഉറപ്പാണ്. ഓക്കെ, മറ്റൊരു ഹോട്ട് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്